സർ, ജയലളിതയുമായിട്ടുള്ള സാറിൻ്റെ ഒരു ബന്ധം, അല്ലെങ്കിൽ ജയലളിതയുടെ ആ ഒരു കാലഘട്ടത്തിൽ സാറ് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അന്ന് ജയലളിത എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലേക്കുള്ള അവരുടെ ആ ഒരു വരവും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാമോ? ഞാൻ 1998 ചെന്നൈയിൽ ഉം, ഒരു ചാനലിൻ്റെ ബ്യൂറോ ചീഫായിട്ട് പോകുന്നത്. ഉം, അന്ന് ഈ പറഞ്ഞ പോലെ അധികം ചാനലുകളൊന്നുമില്ല. മലയാളത്തിൽ ഏഷ്യാനെറ്റ് ഉം, മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ അഖിലേന്ത്യാ തലത്തിൽ നോക്കുകയാണെങ്കിൽ NDTV ഉണ്ടായിരുന്നു. ഉം, ടൈംസ് നൗ അതല്ലെങ്കിൽ റിപ്പബ്ലിക് ടി വി ഒക്കെ അതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം വന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേയുടെ ചാനലുണ്ടായിരുന്നു ഉം, എന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ ഇപ്പോൾ സൺ ടി വി ഉം. ഉണ്ടായിരുന്നു. സൺ ടി വി പക്ഷേ ജയലളിതയുടെ പ്രസ് മീറ്റൊന്നും വരില്ല ഉം. പേടിച്ചിട്ട്. കാരണം കരുണാനിധിയുടെ ചാനലല്ലേ അത്. ജയ ടി വി ആ, ഉണ്ടായിരുന്നു. ജയ. ഞാൻ ചെല്ലുമ്പോൾ ജയലളിത പ്രതിപക്ഷ നേതാവാണ്. ഉം, അവർ 96 തെരഞ്ഞെടുപ്പിൽ വളരെ എന്താ പറയണേ, ഷി ഉം, വാസ് ഡെസിമേറ്റഡ്. ഉം, അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അവരെ പറ്റി കറക്റ്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ കൂടിയും എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടെടുത്തോളം ഉം, ആം, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഉം, പ്രതിപക്ഷ നേതാവ് നമ്മൾ അവരെ ട്രാക്ക് ഉം, ചെയ്യണമല്ലോ. അവർ വളരെ സത്യസന്ധയായ ഒരു വനിതയായിട്ടാണ് എനിക്ക് ഞാൻ ഉം, മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ പലപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി, എക്സ്ക്ലൂസീവ് ഉം, ഇൻ്റർവ്യൂവിന് വേണ്ടിയൊക്കെ ശ്രമിക്കുമായിരുന്നു. അപ്പം അവർക്ക് അങ്ങനെ ആർക്കും അന്ന് കൊടുത്തിട്ടില്ല. അവരായിക്കൂടി ഉം. 2-3 ഇൻ്റർവ്യൂ കൊടുത്ത്, ഒന്ന് സെമി ഗർവാളിൻ്റെ ആ, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ദ റോം ദ വ്യൂ തുറന്നു. വിത്ത് സെമി ഉം, ഗർവാൾ പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം. പിന്നെ ഉള്ളത് കരൺ താപ്പർ BBC വേണ്ടി ചെയ്ത ഉം, ഇൻ്റർവ്യൂ. ദെൻ മോനു നാലപ്പാട്ട്, മാധവിക്കുട്ടിയുടെ ഉം, മൂത്ത മോനില്ലേ, ഉം, MD നാലപ്പാട്, ഉം, അദ്ദേഹം ദൂരദർശന് വേണ്ടിയിട്ടുണ്ട്. അവർക്ക് 3 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ. ഉം, വേറെ ആർക്കും ഒരു ഇൻ്റർവ്യൂ ഒന്നും, എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഉം, അപ്പം ഞാൻ 2-3 തവണ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ വിൽ കൺസിഡർ ഇറ്റ്, ഐ വിൽ കൺസിഡർ ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉം, ഒരു എഴുത്ത് എഴുതി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത്ര ഉം, നാളെ വന്നിട്ട്, കാരണം ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂ എടുക്കാനുണ്ടെങ്കിൽ ഉം, ജനങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത് മാഡത്തിൻ്റെയാണ്. സോ വെൻ വിൽ ഐ ഗെറ്റ് ദി ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് 2001 തെരഞ്ഞെടുപ്പിൻ്റെ സമയമായി. അപ്പോൾ അവർ അതിന് മുമ്പ് 2001 തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോ ഇത് റിലീസ് ചെയ്യണ ഒരു പത്രക്കാരുടെ ഒരു ഉം, ഫംഗ്ഷൻ വെച്ച് അവിടെ പോയപ്പോൾ അവർ മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു. ഞാൻ അപ്പോഴത്തേക്കും ചാനലുകളുടെ എണ്ണം 2-3 ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ഉം, അപ്പോൾ അവർ എന്താ പ്രസ് മീറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാൻ പോരാൻ നേരത്ത് അവരെന്നെ വിളിച്ചു. ഉം, കുമാർ കം ഹിയർ എന്ന് പറഞ്ഞ് ഉം, വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഗോട്ട് യുവർ ലെറ്റർ, ഉം, ഐ വിൽ ഡെഫിനറ്റ്ലി ഓൺലി കോalition ടോക്സ് ആർ ടോക്കിംഗ് ഓൺ വൺസ് ഗോയിങ് ഉം, ഓൺ, once it is finalized we will sit together, I will give you an interview. ഉം, ഞാൻ പറഞ്ഞു, that's what I am waiting for ma'am, I will not ask an embarrassing ഉം, question, I don't have anything to ask also, I just want to introduce you to our viewers, ഉം, we will sit together, don't worry എന്നൊക്കെ ഉം, പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഈ കോalition ടോക്സ് എക്സ്റ്റെൻഡ് ചെയ്തു പോയി. ഉം. പിന്നെ അവരുടെ റോഡ് ഷോ ആണ്. അവർ ഒരു വാഹനമുണ്ട് ആ, അവർക്ക്, മെറ്റഡോർ, ഉം, അതിനകത്ത് കയറിയിട്ടാണ് എല്ലായിടത്തും പോകണം. അപ്പോൾ ഇവർ ചെന്നൈയിൽ നിന്ന് ഇവിടെ പോയി, കാഞ്ചീപുരത്ത് പോയി. ഉം, ഇലക്ഷൻ കവറേജിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് കാഞ്ചീപുരത്ത് ഉം, നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ കാഞ്ചീപുരത്ത് ഭയങ്കര ഓഡിയൻസ് ആയിരുന്നു. ഉം, അപ്പോൾ ഞാൻ ഈ പോഡിയത്തിൻ്റെ താഴെ പോയി നിന്നു, പ്രസംഗമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ പോകാൻ നേരത്ത്, അപ്പോൾ അവരുടെ ഒരു ഈ ട്രാഫിക് ഉം, അറേഞ്ച്മെൻറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു നേതാവുണ്ട് ADMK, അയാൾ ഉം, മന്ത്രിയായിരുന്നു. ആ, അയാളിപ്പോൾ വിജയുടെ പാർട്ടിയിലാണ്. ഉം, എന്തോ ഒരു, ഐ ഫർഗോട്ട് ഹിസ് നെയിം. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ എനിക്ക് മാഡത്തിൻ്റെ അടുത്തൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഇപ്പോൾ കിട്ടുമോ, ഉം, എന്തൊരു കാര്യം ചോദിക്കാനായിട്ട്. ഉം, അപ്പോൾ പറഞ്ഞു, ഞാൻ നോക്കാം, ഈ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞു. അവരെന്നിട്ട് സ്റ്റേജിൽ നിന്ന് തിരിക്കുന്ന വഴിക്ക് ഇയാൾ പോയി പറഞ്ഞു, ആ, എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്തോ ഉം, പറഞ്ഞു. അപ്പോൾ അവരെന്നെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉം, ഐ എം സോറി, ദിസ് ഡിസ്കഷൻസ് ഗോട്ട് ഓൺ prolonged, I ഉം, couldn't spare time for you. We will ഉം, definitely, I'll give you an interview, let us ഉം, sort it out. നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് പോവാം, ഐ വിൽ ബി ബാക്ക് ഓൺലി ആഫ്റ്റർ 15 or 20 days. ഐ വിൽ ബി ഇൻ ടച്ച് വിത്ത് യു, ഐ ഉം, ഹാവ് യുവർ കോൺടാക്ട് അഡ്രസ് ആൻഡ് നമ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ
അത് കഴിഞ്ഞ് പോയി ഞങ്ങൾ എന്താ ഇൻ്റർവ്യൂ ഒന്നും നടന്നില്ല. ഉം. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ ജയിച്ചപ്പോൾ ഞങ്ങൾ ആ ഉം. ന്യൂസ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ആ ന്യൂസ് ബ്രേക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ജയലളിത ജയിച്ചു എന്നോ അല്ലെങ്കിൽ ഉം. വലിയ ഒരു സൂപ്പർലേറ്റീവ്സ് ഇതൊന്നും ഉപയോഗിച്ചില്ല. അപ്പോൾ ഉം. ഞാൻ പറഞ്ഞു ജയലളിതയുടെ ഈ വിജയം എന്ന് പറയുന്നത് ഒരു ഫീനിക്സ് പക്ഷി അതിൻ്റെ ചെതയിൽ നിന്നും ഉം. ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ആ ഉം. സംഭവത്തിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഉം. മൈ ഗോഡ്. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവർ അവിടെ ADMKയുടെ ഉം. പത്രക്കാരെയല്ല, ഈ പോയസ് ഗാർഡനിൽ വെച്ചിട്ട് അവർ ഇവരെ എന്താ പറയണ പാർട്ടി ഉം. ലീഡേഴ്സിനെയൊക്കെ ഗ്രീറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ ദി സെയിം മിനിസ്റ്റർ വാസ് ഉം. ദെയർ. ഉം. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, ഒരു വകയും നടക്കാനുള്ള എന്തെങ്കിലും ഒരു വാക്കെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഉം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓടി വന്ന് 3-4 ക്യാമറാമാൻമാരൊക്കെ ഉണ്ട് അവിടെ. ഉം. എൻ്റെ ക്യാമറാമാനും ഉണ്ട് ചാനലിൽ. അപ്പോൾ ഉം. അകത്തേക്ക് വിളിച്ച് പോയി അവരുടെ പോയസ് ഗാർഡനിൽ. ഉം. ഞാൻ ആദ്യം അവസാനമായിട്ട് ഒറ്റ തവണ പോയസ് ഗാർഡനിൽ പോയ ഉള്ളിൽ വീട്ടിൽ കയറിയത് വേദനിലയം എന്ന് പറഞ്ഞ വേദനിലയം. വീടാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുത്തി. അപ്പം ഞാൻ എൻ്റെ ക്യാമറാമാൻ എടുത്ത് വീണ ഞാൻ അയാൾ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഉം. ഞാൻ പറഞ്ഞു സി അവർ വളരെ കൺവെൻഷണൽ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. ഉം. അപ്പം നമ്മൾ ഈ വനിതകളുടെയൊക്കെ മുമ്പിലിരിക്കുമ്പോൾ തൊപ്പിയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്, അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നിരിക്കില്ല. ഉം. പ്ലീസ് റിമൂവ് യുവർ ഹാറ്റ് എന്ന് പറഞ്ഞു. ഉം. ഓ വൈ ഷുഡ് ഞാൻ ഇതൊക്കെ അപ്പടി ചെയ്യണം. ഞാൻ പിന്നെ കൂടുതൽ വർത്താനം പറയാൻ പോയില്ല. ഉം. അപ്പോൾ അവർ നടന്നു വന്ന് മറ്റേ കസേരയിലിരുന്നു ഉം. സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം മുമ്പിൽ ക്യാമറയും വെച്ചുകൊണ്ടിരിക്കുക, തൊപ്പിയും ഉം. വെച്ചുകൊണ്ട്. ഉം. ജെന്റിൽമാൻ പ്ലീസ് റിമൂവ് യുവർ ഹാറ്റ്. ഉം. പിന്നെ എനിക്ക് തോന്നുന്നു അവൻ ജീവിതത്തിൽ ഇന്ന ഒരു തൊപ്പി വെച്ചിട്ടുണ്ടാവില്ല. ആ രീതിയിലാണ് പറഞ്ഞ്. ഉം. ഭവിതിക്കറിയാം പറയേണ്ട ഒരു അതോറിറ്റി ഉണ്ട്. ആ. എന്നാൽ ആരെയും ഹർട്ട് ചെയ്യില്ല, പക്ഷെ പറയേണ്ട രീതിയിൽ പറഞ്ഞു. തൊപ്പി ഊരി അവനോട്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ ചെങ്കോട്ടി എന്നാണ് ആ മന്ത്രിയുടെ പേര്. ഉം. ചെങ്കോട്ടിയൻ. ചെങ്കോട്ട. ചെങ്കോട്ടിയൻ ഒരു പാത്രത്തിൽ ലഡ്ഡു എല്ലാം കൊണ്ടുവന്നു. മന്ത്രിയാണ്. ഉം. അപ്പോൾ ചെങ്കോട്ടിയനെ അവർ വിളിച്ചിട്ട് എല്ലാവർക്കും ലഡ്ഡു കൊടുക്കാൻ പറഞ്ഞു. ലഡ്ഡു കൊടുത്ത് ഉം. എൻ്റെ അടുത്ത് വന്നപ്പോൾ നോ കുമാർ കം ഹിയർ എന്ന് പറഞ്ഞു. ഉം. വിളിച്ചു ചെന്ന് ലഡ്ഡു ഒക്കെ എടുത്ത് തന്നു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. I know you are still yet to get over that interview thing. Definitely, Kumar, we are going to be here. I will give you definitely interview. ഉം. Interviews can wait. No, there isn't much difference between എന്താ അന്ന് നടന്നു വന്നതായിട്ടൊന്നുമില്ല. വിൽ ബി ഇൻ ഉം. ടച്ച് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര ശൈലിയിലാണ്. എന്താ തുടക്കം തന്നെ ഉം. മക്കൾ മ- തീർപ്പ് മഹേശൻ തീർപ്പ് ഉം. എന്നുള്ളതാണ്. അതായത് വാട്ട് എവർ ദ പീപ്പിൾ സേസ് ഉം. ദാറ്റ് ഈസ് ദ വിൽ ഓഫ് ദ ഗാഡ് ഉം. എന്നുള്ളതാണ്. പിന്നെ അവർ എനിക്ക് വളരെ ഇഷ്ടപ്പെടാനുള്ള കാരണം അവരൊരു നാഷണലിസ്റ്റ് ആയിരുന്നു. ഉം. DMK ഒക്കെ പറയുന്ന ഉം. റേഷണലിസ്റ്റുകളാണ്, അതാണ് ഇതാണെന്നുള്ളത്. അവർ ദൈവവിശ്വാസമുള്ള സ്ത്രീയാണ്. അവർ ഉം. ADMKയിൽ വരാനുള്ള പ്രധാന കാരണം MGRും MGR. അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത്. അവർ വളരെ നല്ല എന്താ പറയുക വാക്കുകൾക്ക്. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് ഉം. ജയലളിതയൊക്കെ സംസാരിക്കാൻ പറ്റണോ അല്ലെ സംസാരിക്കുക. തമിഴ്, ഉം. മലയാളം, ഇംഗ്ലീഷ്, കന്നഡം, ഉം. ഹിന്ദി, സംസ്കൃതം. ജന്മം കൊണ്ട് കർണാടകയാണല്ലോ അവർ അല്ലേ? യഥാർത്ഥത്തിൽ അവർ തമിഴാണ്. അവർ ഉം. ജനിച്ചത് കർണാടകത്തിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാണ്ടിയിൽ. അവർ ജനിച്ചത് മറ്റേ തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയിൽ ഒരു ഉം. വില്ലേജ് ഉണ്ട്, ഉം. അവിടെ അവർ ജനിച്ചത്. ഇവരുടെ അച്ഛൻ ഡോക്ടറായിരുന്നു. മൈസൂർ ഉം. രാജകുടുംബത്തിലെ രാജാവിൻ്റെ ഡോക്ടർ, പേഴ്സണൽ ഫിസിഷ്യനായിരുന്നു. ഉം. ഉം. ദെൻ അവർ പിന്നെ മൈസൂരിൽ പോയി കുറച്ച് നാൾ താമസിച്ച് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവരെ മൈസൂർ അയ്യങ്കാർ, ഇവർക്ക് തന്നെ ഉം. തമിഴ്നാട്ടിലെ കാര്യം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ എന്താണ് കന്നഡത്തിലാണ് മോർ ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പ്രസ് മീറ്റിൽ ഇവരെ അടുത്തതുകൊണ്ട് പറഞ്ഞു, മാഡം ദിസ് ഉം. കരുണാനിധി ഈസ് ടെല്ലിങ് ദാറ്റ് യു ആർ മോർ ഫ്ലുവൻ്റ് ഇൻ കന്നഡ ദാൻ തമിഴ്. ഉം. പറഞ്ഞു. അവരെൻ്റെ മുഖത്ത് നോക്കിയിട്ട് യു ഗോ ആൻഡ് ആസ്ക് ഹിം വാട്ട് ഈസ് ഹിസ് മദർ ടങ്. ദാറ്റ് ഫെലോ സ്പീക്സ് ഓൺലി തെലുഗു ഇൻ ഹിസ് ഹൗസ്. ഉം. ഇഫ് ഹി ടോക്സ് മോർ ഐ വിൽ ഗിവ് യു മോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ എന്താ പറയുക ലൈറ്റർ സെൻസിൽ എടുക്കാനൊക്കെ പറ്റിയതാണ്.
കഷ്ടം, വളരെ പെട്ടെന്നായിപ്പോയി അവരുടെ മരണം. പക്ഷെ ജനങ്ങൾ ഒരുപാട് മാറ്റം കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ലേ അത് ജയലളിത? ജയലളിത ഫ്രീ ആയിട്ടൊന്നും കൊടുത്തില്ല. അവർ അമ്മ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഉം. 3 രൂപയ്ക്ക് ഇഡലി. ഇഡലിയും പിന്നെ 5 രൂപയ്ക്ക് ലഞ്ചും ഒക്കെ ഓഫർ ചെയ്തു. ഉം. അപ്പോൾ അതിനവർ പറഞ്ഞ കാര്യം ഉം. എന്താണെന്നറിയാമോ? ഈ 3 രൂപയ്ക്ക് ഇഡലി കൊടുക്കുമ്പോഴും ആൾക്കാർക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഉം. കുറവ് വരില്ല. കാരണം അവർക്ക് പറയാം, അവർ പൈസ കൊടുത്താൽ മേടിച്ച് ഉം. കഴിക്കണേന്നറിയാം. ഫ്രീ അല്ല, ഉം. സർക്കാരിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടണതല്ല. അതിനൊരു വാല്യൂ ഉണ്ട്. അത് കൊടുക്കുന്ന ആൾക്കും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കും ഉം. ഒരു വാല്യൂവും ഒരു റെസ്പെക്റ്റും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പൈസ മേടിക്കുന്നത്. അതെങ്കിൽ എന്താ, ഞാൻ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കാൻ ഉം. എന്താ പറയണ എനിക്കത് തയ്യാറായിരിക്കുന്നത്. ആദ്യമായിട്ട് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ സ്ത്രീകൾക്കായിട്ടുള്ള വനിതാ എക്സ്ക്ലൂസീവ് വിമൻ പോലീസ് പോലീസ് സ്റ്റേഷൻ, സ്റ്റേഷൻ ക്രേഡിൽ സിസ്റ്റം, മദേഴ്സ് ക്രേഡിൽ എന്ന് പറഞ്ഞ കെയർ സിസ്റ്റം ഉണ്ട്. സിസ്റ്റം കൊച്ചു കുട്ടികളെ നോക്കാൻ പറ്റാത്തവര് വഴിയിലൊന്നും ഇട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി അമ്മ ക്രേഡിൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റം അവർ കൊണ്ടുവന്നു. അവർ വളരെയധികം റെവല്യൂഷണറി ഐഡിയാസ് എല്ലാം കൊണ്ടുവന്ന സ്ത്രീയാണ്. അവരെ എല്ലാവർക്കും എന്താ സത്യം ഞാൻ പറയാം ബബിത, ആണുങ്ങൾക്ക് മുഴുവൻ അവരോട് അസൂയയും ഭയമാണ്. ഇവർ സംസാരിക്കുന്ന പോലെ ഇവർക്ക് ഈ ലോകത്ത് എവിടെ എന്ത് ഡിഫൻസ് ആണെങ്കിലും ഇൻ്റലിജൻസ് ആണെങ്കിലും ടെററിസം ആണെങ്കിലും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഇവർ എന്തോരം വായിച്ചു കൂട്ടണമെന്നറിയാമോ? അത് ഞാൻ അറിയുന്നതെന്ന് വെച്ചാൽ എം എൻ നമ്പ്യാരല്ലേ സിനിമ നടൻ. എം എൻ നമ്പ്യാർ വാസ് ലൈക്ക് എ ഫാദർ ഫിഗർ ടു ജയലളിത. എം എൻ നമ്പ്യാരുടെ മകനുണ്ടായിരുന്നു സുകുമാരൻ നമ്പ്യാർ പറഞ്ഞിട്ട്. ഇവർ ക്ലാസ്മേറ്റ്സാണ്, ജയലളിതയും സുകുമാരൻ നമ്പ്യാർ. ഞാൻ അവിടെ പോയപ്പോൾ സുകുമാരൻ നമ്പ്യാരുമായിട്ട് പരിചയപ്പെട്ടു. നമ്മൾ ചില ആൾക്കാരോട് പെരുമാറുന്ന രീതിയിലനുസരിച്ചിട്ടാണ് അവർ നമ്മളോട് പെരുമാറും. ഇപ്പോൾ ഞാൻ വേറെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുകുമാരൻ നമ്പ്യാരോട് ചോദിക്കും. അത് BJP-യുടെ നേതാവായിരുന്നു അവിടുത്തെ. അപ്പം ഒരിക്കൽ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പലവട്ടം ഞാൻ സുകുമാരൻ നമ്പ്യാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബുക്സ് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മറ്റേ പുതിയ പുസ്തകങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം അദ്ദേഹം എടുത്ത് കാണിച്ചു തന്നു. സുഗു പ്ലീസ് റീഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ജയലളിത ഒപ്പിട്ടിട്ട്. ജയലളിത ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം കൊടുക്കുന്ന സുകുമാരൻ നമ്പ്യാർക്കാണ്. ഞാൻ പറഞ്ഞു സാർ യു ആർ സോ ഗ്രേറ്റ്. അങ്ങനെയൊന്നുമില്ല, വി ഗ്രൂ അപ്പ് ടുഗദർ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വളർന്ന്. അച്ഛനും പിന്നെ അവരുടെ അമ്മയെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികളെ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. അങ്ങനെയാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ AIADMKയും BJP ആയിട്ട് 1998 അലയൻസ് വന്നിരുന്നു. അതിന് അത് ഇദ്ദേഹമാണ് അലയൻസ് റെഡിയാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ ഓൾവേസ് പ്രിഫേർഡ് ടു ബി ഇൻ ദ ബാക്ക്ഗ്രൗണ്ടിലാണ് അദ്ദേഹം എപ്പോഴും നിന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളോട് വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തി ജയലളിതയാണ്. അവർ അവരോട് സംസാരിക്കുന്ന രീതി, അവർ കൊടുക്കുന്ന മറുപടി, പത്രക്കാർക്ക് കൊടുക്കുന്ന മറുപടി. ഈ കരൺ താപ്പർ എന്ന് പറഞ്ഞ ഒരാൾ അവരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, പത്രക്കാരൻ. അയാളെല്ലാവരെയും വലിയ വിമർശിക്കുന്ന ശൈലിയിലാണ് ഇൻ്റർവ്യൂ ചെയ്യണേ. അപ്പോൾ കരൺ താപ്പർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ഇവരെ കണ്ടുപോകാൻ ഇറിറ്റേറ്റിംഗ് ചോദ്യമൊക്കെ ചോദിച്ചു. ഇവരെ മറുപടി പറഞ്ഞു. എന്നിട്ട് അവസാനം കരൺ താപ്പർ എഴുന്നേറ്റ് പറഞ്ഞു, സോ താങ്ക് യു വെരി മച്ച്, ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, നൈസ് ടു മീറ്റ് യു സൂൺ എന്ന് പറഞ്ഞ് കൈ കാണിച്ചു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു, it was not at all an good experience for me. I would like to forget about that and we will not be meeting for another interview. ഇത് എത്ര എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പെർമിഷൻ തന്നത് തന്നെ തെറ്റാന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ ഒരിക്കലും ഇൻ്റർവ്യൂവിന് ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഓർത്തിട്ടുണ്ടാവും കുമാറിന് ഇന്റർവ്യൂ കൊടുത്താൽ മതിയായിരുന്നു. നോ അതൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് പത്രക്കാരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ നമ്മൾ അവരെ, ഞാൻ പഴയ തമിഴ് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പലയിടത്തും ഈ എന്താ പറയുക, ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് പത്രക്കാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കൂട്ടത്തിൽ പലയിടങ്ങളിലും കുമാർ സാറുമായിട്ടുള്ള ബന്ധത്തിന്റെ പേര് പല വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ജയലളിതയുമായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു മലയാളിയായ ജേർണലിസ്റ്റിന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അല്ല, അവർ ഇപ്പോൾ ഒരെണ്ണം ഞാൻ കണ്ടത് കോട്ടീശ്വരൻ പറഞ്ഞ അയാൾ. ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ തൊട്ട് പരിചയമുണ്ട് അയാൾ. പിന്നെ അന്ന് ഡെക്കാൻ ക്രോണിക്കിളായിരുന്നു. പിന്നെ ഞാൻ ഡെക്കാൻ ക്രോണിക്കിളിൽ വന്നപ്പോൾ കോട്ടീശ്വരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വി യൂസ് ടു എക്സ്ചേഞ്ച് എന്താണ് ഐഡിയ. ഞാൻ ഏഷ്യാനെറ്റിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോകുമ്പോൾ കോട്ടീശ്വരൻ വേറെ ഒരു തമിഴ് പത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ട് വരുമായിരുന്നു.
അപ്പോൾ അവിടെ വെച്ചിട്ട് അയാൾക്കറിയാം. അയാൾ 2-3 തവണ പറഞ്ഞിട്ടുണ്ട് അത്. ഉം, ഉം, എന്താ പറയണെന്ന് വെച്ചാൽ അതെന്ത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വിജയ് ഇല്ലേ, ഉം, വിജയുടെ പൊളിറ്റിക്കൽ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ഉം, പറഞ്ഞു വിജയ് പത്രക്കാരോടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഉം, ജയലളിത അതല്ല, ജയലളിത വാസ് എ ഫിഗർ. അവർക്ക് പത്രക്കാരോട് ഓപ്പണായിട്ട് സംസാരിക്കും. ഉം, അവർ ആരെയും ഹർട്ട് ചെയ്യാത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ മറുപടി നൽകും. ചിലപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ അവർ ചോദിക്കും എന്താ ഇന്നൊന്നും ചോദിക്കാനില്ലേ, വൈ ആർ യു സൈലന്റ് എന്നൊക്കെ ചോദിക്കുക വരും. ഉം, അത്രമാത്രം ഒരു പേഴ്സണൽ റാപ്പോ അവർക്ക് പത്രക്കാരുമായിട്ടുണ്ടായിരുന്നു. ഉം, ഉം, അത് പിന്നെ പല കാര്യങ്ങളിലും ഈ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഞാൻ. ഉം, BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് ഉം, ഒരിക്കൽ ചെന്നൈയിൽ നടന്നപ്പോൾ നരേന്ദ്രമോദി വന്നു. അപ്പോൾ ആരോ പറഞ്ഞു നരേന്ദ്രമോദി ജയലളിതയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഉം. അപ്പം അന്ന് അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി പോലും മുഖ്യമന്ത്രി ആയിരുന്നില്ല അന്ന്. അപ്പം ഇതാ ഒരു BJPയുടെ നേതാവ് അവരെ പോയി കാണണം, അത്ര തന്നെ ഉള്ളൂ. ആ ഫ്രണ്ട്ഷിപ്പിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാവണം അത്ര വർഷം എപ്പോഴാണെന്നറിയാമോ? പഴക്കമുണ്ട്. പല വർഷം അത് പല കാര്യങ്ങളും ഈ ജയലളിതയ്ക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉം, പ്രധാനമന്ത്രിയായി കഴിഞ്ഞിട്ട് അവിടെ ഖാദി ഇതിൻ്റെ ഫംഗ്ഷൻ ഒരു ഉം, സെമിനാർ ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നേരെ നരേന്ദ്രമോദി പോയത് ജയലളിതയുടെ വീട്ടിലേക്കാണ്. ഉം, പ്രധാനമന്ത്രി ഒരാളുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ വളരെ ഉം, റെയറായിട്ടുള്ള സംഭവമല്ലേ. അതൊക്കെ ഞങ്ങൾ എഴുതി. പിന്നെ ഞാൻ പയനീറിൽ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ഉണ്ട്, ഉം, ചന്ദൻ മിത്ര. അപ്പം ചന്ദൻ മിത്ര എനിക്കൊരു ലെറ്റർ കൊറിയർ ചെയ്തു. ഉം, ഈ ലെറ്റർ ജയലളിതയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കണം. ഉം, അപ്പം ഞാൻ പറഞ്ഞു നേരിട്ട് കൊടുക്കാൻ എനിക്ക് വലിയ പാടാ സാറേ. ഞാൻ അവിടെ ചെന്ന് അവരുടെ സെക്രട്ടറി ഉണ്ട് പൂൻകുണ്ട്ര, അയാളോട് ഉം, പറഞ്ഞു നോക്കാം, അല്ലാണ്ട് എനിക്ക് നേരിട്ട് പോകാനൊന്നും പറ്റുമൊന്നുമില്ല. കാരണം ഒന്നാമത്തെ വലിയ പാടാണ് അവിടെ സെക്യൂരിറ്റിയൊക്കെ ചെന്ന് കയറാനായിട്ട്. ഉം, ഒരു ഹൈ ലെവൽ സെക്യൂരിറ്റിയാണ്. ഉം, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പയനീറിൽ നിന്നാണ് ഉം, ചന്ദൻ മിത്ര പറഞ്ഞു കേട്ടോ, പൂൻകുണ്ട്രത്തിൽ നിന്ന് വിളിക്കാമെന്ന് ചോദിച്ചു. ഉം, അപ്പോൾ അവർ ചോദിച്ചു പൂൻകുണ്ട്രത്തിനെയാണോ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതിൽ സംസാരിക്കില്ല, ഒരു ലെറ്റർ ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. ഉം, കുറച്ച് കഴിഞ്ഞപ്പോൾ പൂൻകുണ്ട്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. കുമാർ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു ഇത് മാഡത്തിൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ചന്ദൻ മിത്ര തന്നാണ്. അതിനെന്താ ഇപ്പം തന്നെ കൊടുക്കാം കേട്ടോ, ഡോൺ പറയുന്നുണ്ട്. ഞാൻ തിരിച്ച് ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് പൂൻകുണ്ട്ര എന്നെ വിളിച്ചു, കുമാർ ലെറ്റർ എവിടെ കൊടുത്തിട്ടുണ്ട്, മാഡം കണ്ടു, ഇനി അവർ തമ്മിൽ ആയിക്കോളും ബാക്കി. സാറിന് ഇപ്പൊ ജയലളിത എന്ന് പറയുമ്പോൾ നമ്മൾ ഒപ്പം നെഗറ്റീവ് കൊണ്ടാണെങ്കിലും ഇപ്പൊ നേരത്തെ നമുക്ക് തോഴിയായിട്ട് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ശശികല ഉണ്ടല്ലോ, ചിന്നമ്മ എന്ന് വിളിക്കുന്നത്, അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ഐ നെവർ യൂസ് ടു ബോദർ അബൌട്ട് ഹർ. ഷീ വാസ് എൻ ഈവിൾ ക്യാരക്ടർ. അത് പക്ഷെ നമുക്ക് ആരോടാ പറയാൻ പറ്റുക, അവരൊരു നല്ല ക്യാരക്ടർ അല്ല. അവർ ഈ പറഞ്ഞ പോലെ എന്താ അവർ കാരണമാണ് ജയലളിത തകർച്ച ഉണ്ടെങ്കിൽ അവരാണ് പ്രധാന കാരണം. ഷീ ഈസ് നോ മാച്ച് ഫോർ ജയലളിത. മൈ ഗോഡ്, ജയലളിത ഈസ് സോ എന്താ പറയുക, ഇന്ത്യയിൽ ശരിക്കും യഥാർത്ഥ അയൺ ലേഡി എന്ന് പറയുന്നത് ജയലളിതയായിരുന്നു. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു എന്താ പറയണ ഞാൻ അവരെ ഈ പറഞ്ഞ പോലെ ഒരു തവണ അവരുടെ വീട്ടിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്, അല്ലാതെ പത്രസമ്മേളനത്തിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കുള്ള ഒരു മനുഷ്യനെ നമ്മൾ മെഷർ ചെയ്യാൻ അങ്ങനെയാണല്ലോ, അവർ നമ്മളോട് സംസാരിക്കുന്ന രീതിയിലൊക്കെ ആണല്ലോ. ഇന്ന് ചില കാര്യങ്ങൾ ജയലളിത ഒരു വർഷത്തിൽ ഒരു ദിവസം ലീവ് എടുക്കും, മുഖ്യമന്ത്രി ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും. എന്നിട്ട് അവരുടെ വീട്ടിൽ അവർ തന്നെ ഭക്ഷണം കുക്ക് ചെയ്യണം. അവരുടെ ഗസ്റ്റ് ആരൊക്കെയാണെന്നറിയാമോ? നമ്മുടെ മലയാള സിനിമത്തിൽ സുകുമാരി എന്ന് പറഞ്ഞ നടിയുണ്ടായിരുന്നു, സച്ചു എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു, പിന്നെ വെണ്ണിറായുടെ നിർമ്മല എന്ന് പറഞ്ഞ നടിയുണ്ടായിരുന്നു, പിന്നെ ചോ രാമസ്വാമി. കാരണം ഇവരൊക്കെ ഒരുമിച്ചാണ് വളർന്നു വന്നതല്ലോ. ചോ രാമസ്വാമിയുടെ മോളെ പോലെയായിരുന്നു ജയലളിത. എന്നിട്ട് അന്ന് ഇവർ മുഴുവൻ രാവിലെ തൊട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും, പിന്നെ ജയലളിത തന്നെ കുക്ക് ചെയ്ത് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കും. അന്ന് മോർണിംഗ് ടിൽ ഈവനിങ് നോബഡി വിൽ ഡിസ്റ്റർബ് ജയലളിത. ഒരു വലിയ റുട്ടീൻ സംഭവം. അത് നമ്മൾ അറിയണമെങ്കിൽ സുകുമാരി ആശുപത്രിയിൽ കിടന്നു. സുകുമാരി വീട്ടിലെന്തോ പൊള്ളലേറ്റിട്ടാണ് ആശുപത്രിയിൽ കിടന്നത്. അപ്പോളോ ഹോസ്പിറ്റലിലാണ് കൊണ്ടത്. ജയലളിത സുകുമാരിയെ കാണാൻ പോയിരുന്നു. പോയിട്ട് പ്രതാപ് റെഡ്ഡി എടുത്തു, ഇത് ആരായി കിടക്കണമെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സിനിമ നടി, ഷീ ഈസ് മോർ ദാൻ ദാറ്റ്, ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദ കൺട്രി. അവരുടെ എല്ലാ കാര്യം നോക്കിക്കോളാം, പേയ്മെൻ്റൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് സുകുമാരി VVIP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആശുപത്രിയിൽ. ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ ഒരു വലിയ കഷ്ടമായി. എനിക്ക് വലിയ ദുഃഖമുണ്ട് അവരുടെ മരണവാർത്ത അറിഞ്ഞ്. ഇപ്പം ഈ ചന്ദൻ മിത്രയ്ക്കൊക്കെ വലിയ ബഹുമാനമാണല്ലോ ജയലളിതയായിട്ട്, നല്ല സ്നേഹമാണ്. അപ്പോൾ ഞാൻ ന്യൂസ് അയച്ച് 12-12:30 വരെ ആയപ്പോഴാണ് ന്യൂസെല്ലാം എഴുതി തീർന്ന് അയച്ച്.
ചന്ദനാണെന്ന് ഹെഡ്ലൈൻ എഴുതിയ അമ്മ തമിഴ്നാട് ഓർഫൻഡ് ആസ് അമ്മ ഡിപ്പാർട്സ് എന്ന്. തമിഴ്നാട് അനാഥമായി അമ്മ പോകുന്നു എന്ന്. അത് ഈ തമിഴ്നാട്ടിലെ ആൾക്കാർ അത്രയും വലിയ ഹെഡ്ലൈനിൽ ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വലിയ ട്രാജഡി ആയിരുന്നു അവരുടെ മരണം. അവർ ഡയബറ്റിക് ആയിരുന്നു, സിവിയർ ഡയബറ്റിക് ആയിരുന്നു. അവരുടെ വിരലൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു, കാലിലെ വിരലൊക്കെ മുറിച്ച് കളഞ്ഞു. കഷ്ടമായി. നല്ല ഒരു എന്താ പറയണേ, അവരോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു ആട്ടോക്രാറ്റിക് ഒരു ഡിക്റ്ററ്റോറിയൽ ടെൻഡൻസി നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു ഒരു പത്രസമ്മേളനത്തിൽ. ചില സമയം നോക്കുമ്പം ഈ അമ്മയെ കാണുമ്പോഴത്തേക്ക് ആളുകളെല്ലാം എന്താ പറയാ, മന്ത്രിസഭയിലെ മന്ത്രി നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കണ്ടിട്ടില്ല. ബബിതയ്ക്ക് ഒരു കാര്യം അറിയോ, ഒരു ഫോട്ടോ ഞാൻ കണ്ടു അടുത്ത കാലം വരെ എൻ്റെ അടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പത്രത്തിൽ വന്ന ഫോട്ടോ ആണ്. കുറേ തമിഴ്നാട്ടിലെ കുറേ മന്ത്രിമാർ മുകളിലേക്ക് നോക്കി ഓടിങ്ങനെ ചെല്ലുക, മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കി. എന്താണെന്നറിയാമോ, ജയലളിത ഹെലികോപ്റ്ററിലൊന്ന് ഇറങ്ങാനായിട്ട് ഇലക്ഷൻ ക്യാമ്പയിനും. എന്നിട്ട് ചിലർ ഹെലികോപ്റ്ററിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യും. ആ അണ്ണാഡിഎംകെയാണ് ഇന്നിപ്പോ ഒരു ട്രാജഡി. ചില കാര്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പൊ ഈ ഒ പന്നീർശെൽവം, ഹി വാസ് എ ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോ. അയാളെ അവിടെ സിറോക്സ് എടുത്തു കൊടുക്കാനോ അതിനും ഇതിനൊക്കെ ആയിട്ട് അവിടെ നിന്നിരുന്ന ആൾ അയാളെ പിടിച്ച് MLA ആക്കി, മന്ത്രിയാക്കി. മുഖ്യമന്ത്രി ആവണേ എങ്ങനെയാണെന്നറിയോ, ജയലളിതയ്ക്ക് ഒരു കേസിൽ എന്താ പറയണ, മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം പന്നീർശെൽവം OPS നേതാ ഇന്നത്തെ മുതല മയിച്ചേർന്നു. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, രാജ്ഭവനിൽ സത്യപ്രതിജ്ഞയാണ്. ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോണെയാണ് മുഖ്യമന്ത്രി. ആദ്യം വന്ന് ജയലളിതയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം, ടേക്ക് ദ ഓത്ത് എന്ന് പറഞ്ഞ് ജയലളിത എഴുന്നേൽപ്പിച്ചു വിട്ടു അയാൾ. എന്നിട്ട് ഇപ്പൊ അയാൾ ഒന്നുമല്ല, ഈസ് നോബഡി വെന്റ് ആൻഡ് ജോയിൻ DMK-യിലാണ് അയാൾ. അതിൽ എടപ്പാടി പഴനിസ്വാമി ഒന്നും ജയലളിതയുടെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നു. ഒരു മന്ത്രിയും ഇരിക്കൂലായിരുന്നു അവരുടെ മുമ്പിൽ. പേടിയാണ് എല്ലാവർക്കും. മന്ത്രിസഭയിലെ ഒരു പുലിയായിരുന്നു അല്ലേ? തമിഴ്നാട് മന്ത്രിസഭയിൽ ഒരേ ഒരു പുരുഷനെ ഉണ്ടായിരുന്നുള്ളൂ, അത് ജയലളിതയാണ്. ബാക്കി എല്ലാ സ്ത്രീകളാണ്. വളരെ കഷ്ടമായിരുന്നു. എനിക്ക് വലിയ വിഷമം അവരുടെ മരണത്തിൽ. വളരെയധികം എന്താ പറയണ, എനിക്ക് വലിയ വിഷമം ഉണ്ടായിട്ടോ. കാരണം അന്നേ ഞാൻ എഴുതിയിരുന്നു, ഇനി തമിഴ്നാടിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് എന്ന് പറയുന്നത് it's rather doubtful. We don't have a leader who is as charismatic as Jayalalitha. Charisma എന്ന് പറഞ്ഞ വീടുണ്ട്. അതിന് ഒരു പാരലായിട്ട് ജയലളിതയ്ക്ക് തുല്യം നിൽക്കാൻ ഒരു വേറൊരു വ്യക്തി, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ.